ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് പറയാൻ വേണ്ടി പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് നമ്മുടെ ബിറ്റ്കോയിൻ്റെ പ്രൈസ് പെട്ടെന്നൊരു ക്രാഷിലോട്ട് പോയിട്ടുണ്ട്. അതിനെക്കുറിച്ചാണ് കൂടുതൽ ഡീറ്റെയിൽസ് ആയിട്ട് പറയുന്നത്. അതുപോലെ തന്നെ ഞാൻ യൂസ് ചെയ്യുന്ന ഇന്ത്യൻ എക്സ്ചേഞ്ച്, ഇൻ്റർനാഷണൽ എക്സ്ചേഞ്ചിൻ്റെ ലിങ്ക് എല്ലാം ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. നിങ്ങൾക്കിവിടെ നോക്കിയാൽ മനസ്സിലാകും. ഏകദേശം 1,08,000 USD നമ്മുടെ ബിറ്റ്കോയിൻ്റെ പ്രൈസ് ടോപ്പ് ഹൈ എന്ന രീതിയിലോട്ട് മാർക്കറ്റ് പോയിട്ടുണ്ട്. അതിനുശേഷം മാർക്കറ്റ് പെട്ടെന്ന് ക്രാഷ് എന്ന രീതിയിലോട്ട് ചേഞ്ച് ആയിട്ടുണ്ട്. ഏകദേശം 98,000 USD വരെ പോയിട്ടുണ്ട്. അതിനുശേഷം ഇപ്പോൾ ഏകദേശം 1 ലാഖിന് പുറത്താണ്. ഏകദേശം ഒരു 2,500 USD പെട്ടെന്നൊരു വേരിയേഷൻ വന്നിട്ടുണ്ട് നമ്മുടെ മാർക്കറ്റിൻ്റെ അകത്ത്. ഇനി പുതിയ ഹൈയിലോട്ട് ബിറ്റ്കോയിൻ്റെ പ്രൈസ് പോകുമോ, അതുപോലെ തന്നെ ആൾട്ട് കോയിൻസിൻ്റെ പ്രൈസ് പോകുമോ, അതിനെക്കുറിച്ചാണ് ഞാൻ പറയാൻ വേണ്ടി പോകുന്നത്. എപ്പോഴും പറയുന്നൊരു കാര്യമാണ്, നിങ്ങൾ ഗോൾഡിൻ്റെ പ്രൈസ് വെച്ചിട്ട് കമ്പയർ ചെയ്യുക. അതാണ് നിങ്ങൾക്ക് കുറച്ചുകൂടി ഈസി. ഇന്നലെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റും. ഗോൾഡിൻ്റെ പ്രൈസ് ഏകദേശം ഒരു ക്യാൻഡിൽ സ്റ്റിക്ക് 2,650 നിന്നും 2,586 വരെ പെട്ടെന്ന് കണ്ടോ ക്രാഷ് എന്ന രീതിയിലോട്ട് മാർക്കറ്റ് വന്നു. അതനുസരിച്ച് ബിറ്റ്കോയിൻ്റെ പ്രൈസിലും ചെറിയൊരു വേരിയേഷൻ വന്നിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ബിറ്റ്കോയിൻ്റെ പ്രൈസ് നമ്മുടെ ഗോൾഡിൻ്റെ പ്രൈസിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നല്ല രീതിയിൽ വേരിയേഷൻ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ US ഫെഡിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് വന്നിട്ടുണ്ട്. അതനുസരിച്ച് നല്ല രീതിയിൽ തന്നെ US മാർക്കറ്റിലൊക്കെ വേരിയേഷൻ വന്നിട്ടുണ്ട്. ഡൗൺ എന്ന രീതിയിലോട്ട് വീണിട്ടുണ്ട്. നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ നമ്മുടെ ഡോ ജോൺസ് ഇൻഡസ്ട്രിയൽ ആവറേജ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകും. ഏകദേശം 43,537 നിന്ന് ഏകദേശം 42,319 കണ്ടോ. ഇവിടെ ക്യാൻഡിൽ സ്റ്റിക്ക് കാണാൻ വേണ്ടി പറ്റും. നല്ല രീതിയിൽ ഡൗൺ എന്ന രീതിയിലോട്ടാണ് മാർക്കറ്റ് വന്നിട്ടുള്ളത്. പക്ഷേ ഇവിടെ പോസിറ്റീവ് എന്ന രീതിയിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റും. കണ്ടോ, ട്രെൻഡ് ചേഞ്ച് ആയിട്ടുണ്ട്. അതുപോലെ ഡൗൺ എന്ന രീതിയിലോട്ട് വേരിയേഷൻ വന്നിട്ടുണ്ട് ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ. അതിൻ്റെ ഭാഗമായിട്ട് പക്ഷേ ഗോൾഡ് അത്ര വലിയ രീതിയിൽ അഫക്റ്റ് ആയിട്ടില്ല. പക്ഷേ ബിറ്റ്കോയിൻ്റെ പ്രൈസിൽ നല്ല രീതിയിൽ ചെറിയ രീതിയിലൊക്കെ ഒരു വേരിയേഷൻ വന്നിട്ടുണ്ടെന്ന് വേണമെങ്കിൽ പറയാം. ബിറ്റ്കോയിൻ്റെ പ്രൈസ് ഇപ്പോഴും എൻ്റെ ഒരു അഭിപ്രായത്തിൽ പറയുകയാണെങ്കിൽ ക്രാഷ് അല്ല, അപ് ട്രെൻഡ് എന്ന രീതിയിൽ തന്നെയാണ് നമ്മുടെ മാർക്കറ്റ് ബിറ്റ്കോയിൻ്റെ പ്രൈസും ഗോൾഡിൻ്റെ പ്രൈസും ഇപ്പോഴും നിൽക്കുന്നത്. ഇനി ഗോൾഡിൻ്റെ പ്രൈസ് ഇവിടെ സൈഡ് വേസ് ആണ് നിൽക്കുന്നുവെങ്കിൽ ഉറപ്പായിട്ടും ബിറ്റ്കോയിൻ്റെ പ്രൈസ് പുതിയൊരു ഹൈ എന്ന രീതിയിലോട്ട് മാർക്കറ്റ് പോകാനുള്ള സാധ്യത കൂടുതലാണ്. ഇനി ഇവിടെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റും. ഏകദേശം നമ്മുടെ ബിറ്റ്കോയിൻ്റെ പ്രൈസ് 1 ലാഖ്, നേരത്തെ ഏറ്റവും ടോപ്പ് ഹൈ എന്ന് പറയുന്നത് 1,08,000, അത് ഏകദേശം ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും അടുത്ത സ്റ്റോപ്പ് എന്ന് പറയുന്നത് നല്ല രീതിയിൽ പെർപെച്വൽ ചെയ്യുന്നവരാണെങ്കിൽ കൂടുതൽ ഇൻസ്റ്റിറ്റ്യൂഷനിൽ ലോങ് എന്ന രീതിയിലോട്ട് ആ ഒരു ലെവൽ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ കൂടുതൽ വന്നിട്ട് പെർപെച്വൽ ലോങ് എന്ന രീതിയിലോട്ട് മാർക്കറ്റ് ഓർഡർ ഇടാൻ വേണ്ടിയിട്ടുള്ള സാധ്യത കൂടുതലാണ്. ഓക്കെ, ഇനി ക്രാഷ് എന്ന രീതിയിലാണെങ്കിലും അവർ മാർക്കറ്റിനനുസരിച്ചിട്ടായിരിക്കും പോകുന്നത്. നേരത്തെ ഓർഡർ എക്സിക്യൂട്ട് ചെയ്യാനുള്ള സാധ്യത കുറവാണ്. അതുകൊണ്ട് നമുക്ക് എന്താണ് ബെനിഫിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ വീഡിയോസിലൊക്കെ ഞാൻ പറയുന്നതാണ്, നമ്മളെ സംബന്ധിച്ചിടത്തോളം ആൾട്ട് കോയിൻസ് ഇനി പ്രോഫിറ്റ് ആണെങ്കിൽ നിങ്ങൾ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഏത് പ്രോജക്റ്റ് ബൈ ചെയ്യുകയാണെങ്കിലും ഒരു 200 അല്ലെങ്കിൽ മാക്സിമം ഒരു 300% ആയിരിക്കും ഇനി നിങ്ങളുടെ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ഡൗൺ ആവുകയാണെങ്കിൽ മാർക്കറ്റ് എന്ന് പറയുന്നത് ഏകദേശം ഒരു 200% വീണ്ടും ഡൗൺ എന്ന രീതിയിലോട്ട് വേണമെങ്കിൽ മാർക്കറ്റ് പോകാം. ഓക്കെ, എങ്ങനെ പോയിരുന്നാലും റിസ്ക് റിവാർഡ് നോക്കിക്കഴിഞ്ഞാൽ 50-50% ആണ്. അതുകൊണ്ട് താല്പര്യമുള്ളവർക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. ഈ ഒരു വീഡിയോയിൽ പ്രധാനപ്പെട്ട മറ്റൊരു അപ്ഡേറ്റ് ഉണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വസീറസ് ടോക്കൺ നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റും. ഏകദേശം 0.10 പോലും ഞാൻ നിങ്ങളടുത്ത് ബൈ എടുക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. 0.35 പോയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം മാർക്കറ്റ് ക്രാഷ് എന്ന രീതിയിലോട്ട് നമ്മുടെ വസീറസ് ടോക്കൺ പോയിട്ടുണ്ട്. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബൈനാൻസ് എക്സ്ചേഞ്ച് വന്നിട്ട് ഡീലിസ്റ്റ് ചെയ്യും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ബൈനാൻസ് എക്സ്ചേഞ്ച് ഡീലിസ്റ്റ് ചെയ്യും എന്ന് പറയുന്ന ന്യൂസ് വന്ന ശേഷം നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റും. ഏകദേശം മാർക്കറ്റ് നല്ല രീതിയിൽ ക്രാഷ് എന്ന രീതിയിലോട്ട് വന്നിട്ടുണ്ട്. കഴിഞ്ഞ വീഡിയോസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, വസീറസ് ടോക്കൺ എന്ന് പറയുന്നത് അതിൻ്റെ കൂടുതൽ പെർസെൻറ്റേജ് ഹോൾഡ് ചെയ്യുന്നത് ബൈനാൻസ് എക്സ്ചേഞ്ച് തന്നെയാണ്. ഓക്കെ, ഇപ്പോൾ FTX എക്സ്ചേഞ്ച് കൊളാപ്സ് ആയി. പക്ഷേ FTT എന്ന് പറയുന്ന ടോക്കൺ നമ്മുടെ അതിന് കൊളാപ്സ് ആയ ശേഷവും FTXൻ്റെ FTT ടോക്കൺ ബൈനാൻസ് എക്സ്ചേഞ്ചിലുണ്ട്. അവരത് ഡീലിസ്റ്റ് ചെയ്തിട്ടില്ല. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ വിചാരിക്കുന്ന ഒരു പ്രോഫിറ്റ് ഉണ്ട്. അതനുസരിച്ച് മാത്രമേ അവർ മാനിപ്പുലേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും ബൈനാൻസ് എക്സ്ചേഞ്ച് എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇവിടെ ഡീലിസ്റ്റ് ചെയ്തിരുന്നാലും ഇനി ഭാവിയിൽ വന്നിട്ട് അവർ വേറെ എക്സ്ചേഞ്ചിൽ വന്ന് പ്ലേ ചെയ്യുന്നതായിരിക്കും. അവർക്ക് കൂടുതൽ ബൈ ഓപ്പർച്യൂണിറ്റി ഉണ്ടെങ്കിൽ അതനുസരിച്ച് അവർ മാനിപ്പുലേഷൻ നടത്തിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇത് ബൈ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ താല്പര്യമുള്ളവർക്ക് 0.10 വീണ്ടും ബൈ ചെയ്യാം. ചിലപ്പോൾ 0.05 വരെ വേണമെങ്കിലും ഇനി മാർക്കറ്റ് വേണമെങ്കിൽ നമ്മുടെ വസീറസ് ടോക്കൺ വേണമെങ്കിൽ വരാം. ഇനി ഡീലിസ്റ്റ് ചെയ്ത ശേഷം പല എക്സ്ചേഞ്ചിലും അവൈലബിൾ ആയിരിക്കും. അതുകൊണ്ട് താല്പര്യമുള്ളവർക്ക് ട്രൈ ചെയ്യാം. വസീറസ് എക്സ്ചേഞ്ച് എന്ന് പറയുന്നത് ഇനി ഏകദേശം ഫെബ്രുവരി മാർച്ച് അവർ റീബാലൻസുമായി ബന്ധപ്പെട്ട് കുറച്ച് അപ്ഡേറ്റ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അവർ ഹാക്കിങ്ങുമായി ബന്ധപ്പെട്ട് ഇപ്പം ഫീൽഡിലില്ല. അവർ ഉറപ്പായിട്ടും മാർച്ചിൽ വരും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പലർക്കും റീഫണ്ട് തരും, ഇങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അതുവരെ വെയിറ്റ് ചെയ്യുക. അത് ഒരു പോസിറ്റീവ് ന്യൂസ് എന്ന രീതിയിൽ വസീറസ് എക്സ്ചേഞ്ച് വന്നിട്ട് എല്ലാവർക്കും കറക്റ്റായിട്ട് 100% ഫണ്ടൊക്കെ റീഫണ്ട് ചെയ്യുകയാണെങ്കിൽ
ഉറപ്പായിട്ടും ബൈനാൻസ് എക്സ്ചേഞ്ച് ഇത് ഡീലിസ്റ്റ് ചെയ്യുമോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡീലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞിരുന്നാലും വീണ്ടും ലിസ്റ്റ് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. വീണ്ടും നല്ല രീതിയിൽ പെർഫോം ചെയ്യുകയാണെങ്കിൽ ഓക്കെ. എപ്പോഴും ബൈനാൻസ് ആവട്ടെ മറ്റുള്ള ക്രിപ്റ്റോ എക്സ്ചേഞ്ച് ആവട്ടെ അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു ബിസിനസ് സ്ട്രാറ്റജി ഉണ്ട്. അതനുസരിച്ചിട്ട് അവർ ലിസ്റ്റ് ചെയ്യും, ഡീലിസ്റ്റ് ചെയ്യും, അതിനനുസരിച്ച് അവർ പ്ലേ ഒക്കെ ചെയ്യും. അതിൽ നമ്മൾ പോയിട്ട് ചാടി ചുമ്മാ ലോസ് ആക്കരുത്. അതുകൊണ്ട് നമ്മൾ അവരെങ്ങനെ ചിന്തിക്കുന്നോ അതനുസരിച്ച് മാത്രം പ്രോഫിറ്റ് നേടാൻ വേണ്ടി ശ്രമിക്കണം. ഓക്കെ. സൊളാന ഏകദേശം 208 USD റേഞ്ചാണ് നിൽക്കുന്നത്. സൊളാന ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ബിറ്റ്കോയിൻ്റെ പ്രൈസ് പുതിയൊരു ഹൈയിലോട്ട് പോവുകയാണെങ്കിൽ സൊളാന നേരത്തെ ബ്രേക്ക് ചെയ്ത് ഏകദേശം 265 ബ്രേക്ക് ചെയ്ത് പുതിയൊരു ഹൈയിലോട്ട് പോകുന്നതായിരിക്കും. പക്ഷേ നമുക്ക് എതീരിയത്തിൻ്റെ അകത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി പറ്റും 500 USD വേരിയേഷൻ വരെ വന്നിട്ടുണ്ട്. ഏകദേശം 4904 വന്നിട്ട് ഏകദേശം 3500 USD 500 USD ഡിഫറൻസിൽ മാർക്കറ്റ് വന്നിട്ടുണ്ട്. ബിറ്റ്കോയിൻ്റെ പ്രൈസ് പുതിയ ഹൈയിലോട്ട് പോവുകയാണെങ്കിൽ ഉറപ്പായിട്ടും എതീരിയത്തിൻ്റെ പ്രൈസിൻ്റെ അകത്ത് നല്ല രീതിയിൽ വേരിയേഷൻ ഉണ്ടായിരിക്കും. ഷിബ ഇപ്പോഴത്തെ ഒരു കണ്ടീഷനിൽ ബൈ ചെയ്യാമോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ താല്പര്യം ഉണ്ടെങ്കിൽ ലോങ് ടൈമിന് വേണ്ടി വീണ്ടും ബൈ ചെയ്യാവുന്നതാണ് ഷിബ എന്ന് പറയുന്ന 1 കോടി ക്വാണ്ടിറ്റി വരെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് ലോങ് ടൈമിന് വേണമെങ്കിൽ ഷിബ 1 കോടി ക്വാണ്ടിറ്റി വരെ വേണമെങ്കിൽ ബൈ ചെയ്ത് ഹോൾഡ് ചെയ്ത് വെക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഷിബ ഏകദേശം 3370 ആ ഒരു റേഞ്ച് വരെ പോയിട്ടുണ്ടായിരുന്നു. 1000 താഴെ വരെ ഞാൻ പലതവണ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞതാണ് താല്പര്യമുള്ളവർക്ക് ബൈ ചെയ്യാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ. നല്ല രീതിയിൽ തന്നെ പലർക്കും പ്രോഫിറ്റ് വന്നിട്ടുണ്ട്. കാർഡിനും ഏകദേശം 0.96 ആണ്. ബിറ്റ്കോയിൻ്റെ പ്രൈസിനനുസരിച്ച് നമ്മുടെ ഗോൾഡിൻ്റെ പ്രൈസിനനുസരിച്ചിട്ടായിരിക്കും മിക്ക പ്രോജക്റ്റ് ഇനി ഹൈയിലോട്ട് പോകുന്നത്. അതുപോലെ തന്നെ നമ്മുടെ USD INR എന്ന് പറയുന്നത് 85 ആയിട്ടുണ്ട്. ഓക്കെ. പല മാർക്കറ്റ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഫോറക്സിൻ്റെ അകത്ത് എടുത്തു വേണമെങ്കിൽ ചെക്ക് ചെയ്യാവുന്നതാണ്. മിക്ക മാർക്കറ്റ് ഏകദേശം നല്ല രീതിയിൽ തന്നെ വേരിയേഷൻ വന്നിട്ടുണ്ട്. ഓക്കെ. അതുകൊണ്ട് താല്പര്യമുള്ളവർക്ക് ട്രൈ ചെയ്യാം. ഇനി EOS എന്ന് പറയുന്നത് 0.90 USD ആണ് നിൽക്കുന്നത്. ഇവിടെ വന്നിട്ട് ബൈ ചെയ്യാമോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ റിസ്ക് കൂടുതലാണ്. റിസ്ക് ഇല്ലാത്ത ടൈം പലതവണ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞതാണ് 0.40. മിക്ക പ്രോജക്റ്റ് ഇപ്പം ഡൗൺ തന്നെയാണ്. ബാറ്റൊക്കെ 0.23 ആണ്. ഓക്കെ. 0.23 ആണ്. ഡോഗി 0.35 ആണ്. എല്ലാം സ്ട്രോങ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് പോയിന്റ് തന്നെയാണ് നിൽക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ ബിറ്റ്കോയിൻ്റെ പ്രൈസ് ക്രാഷിനനുസരിച്ചിട്ടായിരിക്കും ഇനി അടുത്തൊരു എൻട്രി എന്ന് പറയുന്നത് ആൾട്ട് കോയിൻസ്. അതുകൊണ്ട് ഇപ്പോഴേ നിങ്ങൾ എൻ്റർ ആയി കഴിഞ്ഞാലും ഇനി ഡൗൺ എന്ന രീതിയിൽ വന്നിരുന്നാലും നിങ്ങൾക്ക് റിസ്ക് റിവാർഡ് സെയിം ആണ്. അതിൻ്റെ അകത്ത് വലിയ വേരിയേഷൻ ഒന്നുമില്ല. ഇനി ഗോൾഡിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് ഇനി അപ് ട്രെൻഡ് ആയിരിക്കുമോ എന്ന് കേട്ട് കഴിഞ്ഞാൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഞാൻ അന്ന് മുമ്പൊരു വീഡിയോ ചെയ്തു തന്നപ്പം പറഞ്ഞിട്ടുള്ളൊരു പോയിന്റ് ഉണ്ട്. തുർക്കി, റഷ്യ ഇവർ രണ്ടൊരു അഗ്രസീവായിട്ട് ഗോൾഡിലോട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഉറപ്പായിട്ടും ഗോൾഡിൻ്റെ പ്രൈസ് ഹൈയിലോട്ട് പോകും. 6 to 1 വർഷത്തിനിടയിൽ 6 മാസം അല്ലെങ്കിൽ 1 വർഷത്തിനിടയിൽ പോകുമെന്ന് മുമ്പ് ആ ഒരു വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതനുസരിച്ച് നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റും. കണ്ടോ, ഏകദേശം ഗോൾഡിൻ്റെ പ്രൈസ് നല്ല രീതിയിൽ അവർ ഹൈ എന്ന രീതിയിലോട്ട് മാർക്കറ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. ഉറപ്പായിട്ടും അവർ ഹോൾഡ് ചെയ്യില്ല. അവർ പ്രോഫിറ്റ് ഉറപ്പായിട്ടും അവർ ബുക്ക് ചെയ്യുന്നതായിരിക്കും. അതനുസരിച്ച് മാർക്കറ്റ് ക്രാഷിലോട്ട് വീഴുന്നതായിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ ഗോൾഡിൻ്റെ പ്രൈസ് ഡൗണിലോട്ട് വീഴുന്നതായിരിക്കും. ആ ഒരു ഡൗൺ ടൈം നമ്മുടെ ബിറ്റ്കോയിൻ്റെ പ്രൈസും ഡൗണിലോട്ട് വീഴാം. പക്ഷേ ഗോൾഡിൻ്റെ പ്രൈസ് ഇപ്പോഴും സൈഡ് വേസ് തന്നെയാണ്. അതുകൊണ്ട് ബിറ്റ്കോയിൻ്റെ പ്രൈസ് വീണ്ടും പുതിയ ഹൈ നോക്കി പോകുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗോൾഡിൻ്റെ പ്രൈസ് സൈഡ് വേസ് നിന്ന് കഴിഞ്ഞാൽ വീണ്ടും പുതിയ ഹൈയിലോട്ട് നമ്മുടെ ഓരോ പ്രോജക്റ്റും ബിറ്റ്കോയിൻ പോകുന്നതനുസരിച്ച് ഓരോ പ്രോജക്റ്റും പോകുന്നതായിരിക്കും. ഇപ്പോൾ XRP എന്ന് പറയുന്നത് 2.86 പോയത്. അത് ബ്രേക്ക് ചെയ്ത് 3 മുകളിലോട്ട് പോകുന്നതായിരിക്കും. അതായത് ടെലിഗ്രാം ചാനലിൽ ഒരു കാര്യം അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. XRPക്ക് മുമ്പ് ഒരു കേസ് ഉണ്ടായിരുന്നു. ആ കേസിൻ്റെ വിധി വന്ന ടൈമിങ് ഞാൻ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു വിധി അനുകൂലമായിട്ടാണ് വന്നത്. അതിനുശേഷം കൂടുതൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആവട്ടെ, ഇൻവെസ്റ്റേഴ്സ് ആവട്ടെ, വെയിൽസ് ആവട്ടെ കൂടുതൽ XRPയിൽ ഇൻവെസ്റ്റ് ചെയ്യുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റേതായിട്ടുള്ളൊരു റിസൾട്ട് നിങ്ങൾക്ക് മറ്റുള്ള ആൾട്ട് കോയിൻസിനെ വെച്ചിട്ട് കമ്പയർ ചെയ്യുമ്പോൾ XRP നല്ല രീതിയിൽ പ്രോഫിറ്റ് എന്ന രീതിയിലോട്ട് വന്നിട്ടുണ്ട്. അതിൻ്റെ റീസൺ അതാണ്. അതുകൊണ്ടാണ് ഞാൻ അന്ന് പറഞ്ഞത് 0.30 0.40 നിങ്ങൾക്ക് വേണമെങ്കിൽ ബൈ ചെയ്ത് വെക്കുക. കാരണം ഇതിപ്പോൾ കേസ് പോസിറ്റീവ് എന്ന രീതിയിലോട്ടാണ് റിസൾട്ട് വരികയാണെങ്കിൽ കൂടുതൽ ഇൻസ്റ്റിറ്റ്യൂഷൻ മറ്റുള്ളവരൊക്കെ വന്ന് ഇൻവെസ്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. അതനുസരിച്ച് നല്ല രീതിയിൽ ഹൈയിൽ പോകുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു റിസൾട്ട് വന്നിട്ടുണ്ട്. പക്ഷേ അത് മാത്രമല്ല, XRPയുടെ ടീം തന്നെ അവരുടെ തന്നെ സ്റ്റേബിൾ ആയിട്ടുള്ള പ്രോജക്റ്റും കൊണ്ടുവന്നിട്ടുണ്ട്. അതും ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ഇനിയുള്ള ഭാവിയിലുള്ള മാർക്കറ്റിൽ ഉണ്ടാകുമോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഉണ്ടാകും. കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി പല എക്സ്ചേഞ്ച് വന്നിട്ട് XRP അവരുടെ പേരിലേക്ക്